വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിത് ഇന്ന് മണാലിയിൽ എത്തിയിട്ടുണ്ട്. ജാക്കറ്റൊക്കെ വാങ്ങിച്ച് സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഏകദേശം -0 സംതിങ് -1 വരെ ചണ്ഡീഗഡ് എന്ന് വെച്ചാൽ 5-നും 1-നും അകത്തുള്ള ടെമ്പറേച്ചർ മാറി മാറി നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് മണാലിയിൽ എത്തിയിട്ടുണ്ട്. ചണ്ഡീഗഡ് എന്നുള്ള ഒരു ബേഡ യാത്രയായിരുന്നു. അതൊന്നും പറയാനില്ല. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ മറക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള സംഭവമായിരുന്നു. നമ്മളിത് മണാലിയിൽ ഇന്നലെ 12 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് എത്തിയത്. ഒരു ബോധം ഇല്ലാതെ കിടന്ന് ഉറങ്ങി. രാത്രിയാണ് എണീറ്റത്. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങി. നമ്മളിപ്പം ഒരു ലൊക്കേഷനിലാണല്ലോ എന്ന് വെച്ചാൽ മണാലിയിൽ നിന്ന് കുറച്ചൊരു ഹിൽ ടോപ്പിലുള്ള ലൊക്കേഷൻ നമ്മൾ ക്ലൈംബ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് റൂം കിട്ടി. ഞാൻ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ റൂമിന്റെ ഒരു വ്യൂ കാണിച്ചത് എങ്ങനെയാന്ന് അത് കാണിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതേ കിട്ടിയിരിക്കുന്ന റൂം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഏരിയയിലാണ്. ഇങ്ങനെ ഇവിടെ ഒരു ഹിൽ ടോപ്പാണ്. അതുകൊണ്ടോ എല്ലാം പണ്ട് പുരാതന രീതിയിൽ ചെയ്തേക്കുന്ന കണക്കത്തെ ഒരു സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ റൂം. കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുവാണ്. 2 ബെഡുണ്ട്. ഇതൊക്കെ ഫുൾ അലങ്കോല. നമ്മളെ ഇത് റാഷിദ് മാറാണെന്ന്. ഇത് ബാത്റൂം ഇതുണ്ട്. പിന്നെ ഒരു സംഭവമുണ്ട്. ഇത് ചൂടുവെള്ളം പിടിക്കാനാണ്. ഇത് ഇവിടുത്തെ ജനലുണ്ട്. പിന്നെ നല്ല ചൂടുവെള്ളം കിട്ടുന്ന ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ റൂം എടുക്കാൻ ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇതാണ്. എപ്പടി ഇറുക്ക് സൂപ്പർ അല്ലേ? നമുക്ക് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാലേ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് മണാലി. ഇങ്ങനെയാണ് മണാലി. ഇവിടെന്ന് വെച്ചാൽ ഇപ്പം നാളെ മറ്റന്നാൾ തൊട്ടൊക്കെ മഞ്ഞ് വീഴും. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മാൽ റോഡെന്ന് പറഞ്ഞാൽ ഏകദേശം ഇതല്ല. ഈ ടവർ ഈ വീടിരിക്കുന്നതിൻ്റെ അങ്ങപ്പുറത്ത് ആണ് മാൽ റോഡ്. ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ വണ്ടി വരുന്ന സ്ഥലം കണ്ടോ? വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടോ? ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ട്രക്ക് ചെയ്തിട്ടാണ്. ഇതേ അവർ ട്രക്ക് ചെയ്യുന്നുണ്ടോ? ഒരു അമ്മച്ചി ട്രക്ക് ചെയ്യുന്നുണ്ടോ അവിടെ? അത് കണക്കാണ് നമ്മളിതേ കണ്ട ഒരാൾ ട്രക്ക് ചെയ്യുന്നത്. അതുപോലെ ട്രക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ കയറി വന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്നത് എന്താ ഫ്രൂട്ടിൻ്റെ മരമാണെന്ന് തോന്നുന്നു. എന്ത് ഫ്രൂട്ടാണെന്ന് അറിയാൻ വയ്യ. പിന്നെ നമ്മളിതേ അവിടെ ഈ ബ്ലൂ എന്തായിരുന്നത്? എന്താ ബ്ലൂ വേന്ന് അങ്ങനെ ഇരിക്കുന്ന റൂമുണ്ട് അവിടെ പോയി റൂം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്താ ഭംഗി നോക്കിയത്. നമ്മൾ രാവിലെ സൂര്യൻ്റെ വെയിലൊക്കെ അടിച്ചിട്ടേ മഞ്ഞിങ്ങനെ തിളങ്ങി നിൽക്കുക. ഇന്നലെ രാത്രി ഇവിടെ തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയും. ഗൈസ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി അല്ല, ഒരു റൂഫ് ടോപ്പ്. അത് റൂഫ് ടോപ്പിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഇവർ രണ്ടുപേരെ ഞങ്ങള് ഇന്ന് പരിചയപ്പെട്ടതാ. കൊല്ലത്തുനിന്നുള്ള ബ്രോക്കളാണ് കേട്ടോ. ഫുൾ ചില്ലിങ്. ഫസ്റ്റ് ഇന്നലെ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ ചണ്ഡീഗഡിൽ എത്തുന്ന കാര്യങ്ങളാണ് കണ്ടത്. ഗ്ലൗ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനേശം 150 രൂപയായി. ക്യാപ്പ് ഏകദേശം 150 രൂപയായി. അങ്ങനെ 2 സംഭവമാണ്. ഗ്ലൗ ഏകദേശം മറ്റേ വാട്ടർ പ്രൂഫാണ്. ഇനി നമുക്ക് നടന്ന കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു പാഠമാണ്. മറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു സംഭവമാണ് നടന്നത്. എക്സ്പീരിയൻസ് തന്നെ മണാലി വന്നപ്പോ കിട്ടി. മണാലി വന്നപ്പം എല്ലാവർക്കും കിട്ടുന്ന ആവാം. പക്ഷെ നമ്മളെ ഒരു പ്ലാനിങ്ങില് നടക്കാതിരിക്കാൻ പാടില്ലാത്ത അങ്ങനെ സംഭവമായിരുന്നു. അത് കുറച്ച് ലെങ്ത് ആണ്. കാരണം എന്ന് വെച്ചാല് അത് പറഞ്ഞേ പറ്റൂ. അപ്പം നമ്മള് ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഒരു 200 മീറ്റർ നടക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് നടക്കുമ്പം റൈറ്റ് സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നേരെ കയറുക. എല്ലാ മണാലിലേക്ക് പോകാനുള്ള എന്ന് വെച്ചാൽ മണാലി, ജമ്മു അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു
സ്ഥലമാണ് സെക്ടർ 43. ഈ ചണ്ഡീഗഡ് എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് സിറ്റിയാണ്. നിങ്ങൾ കയറി നോക്കി അറിയാൻ പറ്റും. എല്ലാം ട്രയാങ്കിൾ പോലെയൊക്കെ കിടക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും നോക്കിക്കോ, ട്രയാങ്കിൾ അല്ല, സ്ക്വയർ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് കണക്കാണ് സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ വരാനായിട്ട് ഒരാൾക്ക് 25 റുപ്പീസ്, എല്ലാ രണ്ടുപേരും കൂടെ 50 രൂപ ആയിട്ടുണ്ടായിരുന്നു. 50 രൂപ കൊടുത്ത് നമ്മൾ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ചണ്ഡീഗഡ് സെക്ടർ 43 ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂം അവൈലബിൾ ആയിട്ടുണ്ട്. അത് മറ്റേ HRTCയുടെ തന്നെ റൂമുണ്ട്. അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്. അവിടെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാം. നമ്മൾ കഴിച്ച ഫുഡ് ഇവിടെ വരും. ഇതായിരുന്നു നമ്മുടെ ഫുഡ്. എന്തായിരുന്നു റൊട്ടി, ബട്ടർ റൊട്ടി, ബട്ടർ നാനും പിന്നെ പനീർ ബുർജി, അങ്ങനെ ഒരു സംഭവമാണ് കഴിച്ചത്. എല്ലാം കൂടെ 320 രൂപയായി. പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. എല്ലാം കൂടെ 400 രൂപയ്ക്ക് അകത്തായിരുന്നു. കാരണം നമ്മൾ 2 ദിവസമായിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിച്ചത് നല്ലോണം. എന്നിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി. അപ്പം HRTCയിലെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു വലിയ നിര ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ മണാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ചണ്ഡീഗഡിന് ശേഷം 300 കിലോമീറ്ററും ഡൽഹിയിൽ നിന്ന് 550 കിലോമീറ്ററുമാണ് ഉള്ളത് ഇവിടെ വരാനായിട്ട്. ചണ്ഡീഗഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു വലിയ ദൂരം. നമ്മൾ സത്യം പറഞ്ഞാൽ 12:30 1 മണിയായില്ലേ ഇറങ്ങിയപ്പോൾ. 1 മണിക്ക് ഇറങ്ങി 7:30 എത്തി. അത് സംഭവം സത്യം പറഞ്ഞാൽ മണാലിയിൽ നമ്മളൊരു 9 മണിക്ക് എത്താനുള്ളതാണല്ലേ. അങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ഡൽഹിയിൽ നിന്ന് കുറച്ച് ദൂരം, ഒരു 5 മണിക്കൂർ കൂടുതൽ ഇരിക്കണമെന്നേ ഉള്ളൂ. ബസ്സിലായതുകൊണ്ട് 5 മണിക്കൂർ തന്നെ അധിക ലോങ്ങാണ്. സെമി സ്ലീപ്പർ ആയാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇങ്ങോട്ട് വരും തോറും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമ്മൾ പറഞ്ഞെത്തിയെന്ന് വെച്ചാൽ ഇതിനകത്ത് HRTCയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങി വലിയ നേരം ക്യൂ ഒക്കെ ആയിരുന്നു. ഇതിന് ശേഷം നമ്മളൊരാളെ കണ്ട്. പുള്ളിക്കാരൻ എന്തായിരുന്നു അവരുടെ പേര്? മഹാകൽ എന്ന് പറയുന്ന ടൂർ ആൻഡ് ട്രാവൽസിന്റെ ഒരു പുള്ളിക്കാരൻ നമ്മളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ നമ്പർ വാങ്ങിച്ച് പോയി. നമ്മൾ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയി. നമ്മൾ എന്നിട്ട് HRTCയിലെ സംഭവങ്ങളൊക്കെ ചെന്ന് ചോദിച്ച് അതിനുശേഷം നമുക്കിത് പറ്റുന്നില്ല. കാരണം അവിടുത്തെ ഹിന്ദി മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ HRTC മാറിയിട്ട് പ്രൈവറ്റ് പിടിക്കാമെന്ന് വിചാരിച്ച്. ഇതിന് ശേഷമാണ് വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. അത് കുറച്ച് സീരിയസ് തന്നെയാണ്. കാരണം നമ്മൾ ചുമ്മാന്ന് വിചാരിക്കും, നമ്മൾ ഇപ്പോൾ ഒരു കപ്പിൾസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫാമിലിയോ അങ്ങനെ വന്നിട്ട് പെടുവാണെങ്കിൽ വലിയ പ്രശ്നമാകും. കാരണം ഇവിടുത്തെ ആൾക്കാർ പ്രത്യേക സ്വഭാവക്കാരാണ്. പ്രത്യേകിച്ച് ചണ്ഡീഗഡിലെ ആൾക്കാരെന്ന് വെച്ചാൽ നല്ല മുഖത്തോടെ പറ്റിക്കാൻ എളുപ്പമുള്ള ആൾക്കാരെന്നാണ് എനിക്ക് മനസ്സിലായില്ലേ. കാരണം എന്ന് വെച്ചാൽ ഡൽഹിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത് ചിരിച്ചുകൊണ്ട് പറ്റിക്കുക, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ വന്ന് അവിടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൈവറ്റ് അയാളെ കോണ്ടാക്ട് ചെയ്ത് അയാൾ അവിടെ പോയി. അവിടെ ചെന്ന് നമ്മൾ റൂമല്ല ബസ് സീറ്റ് 2 തന്ന് K3 K2 എന്ന് പറയുന്ന വിൻഡോ സൈഡ് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്ന്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ബസ് വന്ന്, ഒരു 10:30 ആയപ്പോൾ ബസ് വന്ന്. 10:30 ആയപ്പോൾ ബസ് വന്ന് നമ്മൾ നോക്കുന്നു, നമ്മളെ കയറ്റുന്നില്ല. അത് ഫുള്ളാണ്, സോൾഡ് ഔട്ടാണ്. അടുത്ത വണ്ടി കയറ്റി വിടാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത വണ്ടി 11:30 ആയി, വന്നില്ല. അങ്ങനെ നമ്മൾ ഇവരൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ലക്ഷ്മി ട്രാവൽസ് ഓർത്ത് വെച്ചു. ലക്ഷ്മി അതുപോലെ തന്നെ മഹാകൽ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നു. അത് ഏകദേശം ഒരു മണിക്കൂറുള്ള ഓട്ടോയിൽ യാത്ര ചെയ്തിട്ട് സെക്ടർ 40-ലെത്തി. ഇതെവിടെ അല്ല, സെക്ടർ 43, സെക്ടർ 42, സെക്ടർ 36, അങ്ങനെ ഒരു സൈഡിൽ മാർക്കറ്റ്, ഒരു സൈഡിൽ വീടുകൾ, ഒരു സൈഡിൽ അങ്ങനെ ജയില് കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ സെക്ടർ 40-ലെത്തി. സെക്ടർ 40-ലെത്തിയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 12:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തു. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ, ഏതാ നമ്മളെ ബസ്. കാരണം നമുക്ക് കുറച്ച് ടെൻഷനായി. കാരണം ഓട്ടോയിൽ കയറ്റിവിട്ടപ്പോൾ തന്നെ ഇയാൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ഇയാൾ എവിടാ കൊണ്ടുപോകുന്നത്. നമ്മളോട് ഒരു ജമ്മു പോകാനായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് കുറേ നേരം ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ റഷ് ആവാൻ തുടങ്ങി. നമ്മൾ ഈ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ കുറച്ച് റഷായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മലയാളി പയ്യനും അവർ കപ്പിൾസാണെന്ന് തോന്നുന്നു, അവർ വന്നിട്ട്
നമ്മുടെ ചോദിച്ചിടാ നമ്മളെ ഇങ്ങനെ മെനിങ്ങാന്ന് പറ്റിച്ചായിരുന്നു. നമ്മൾ ചണ്ഡീഗഡിൽ എത്തി നിൽക്കുക. ഇതിനുശേഷം നമ്മളെ ഈ കസോളിൽ വിടാനുള്ളതിന് നമ്മൾ ചണ്ഡീഗഡിൽ ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയായിരുന്നു സംഭവം. അവരെ അങ്ങനെ നമ്മൾ വിചാരിച്ചു പണിപാളി അവരെവിടെയെങ്കിലും ഇറക്കി വിടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ബുർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മണാലിലേക്ക് വരാൻ പറ്റും. അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഇവര് നമ്മളെ ഒരു ബസ് കണ്ട്, നമുക്ക് A2 K3 ആണ്, അടുത്തടുത്താണ്. ഇവര് നമ്മളെ ബസ്സിൽ ഇരുത്തിയെന്ന് വെച്ചാൽ ഏറ്റവും ബാക്ക് സീറ്റിൽ നടുക്ക് ഒരാളെ ഇരുത്തി. പിന്നെ കുറച്ച് ഫ്രണ്ടിൽ ആ കപ്പിൾസിന്റെ തൊട്ടിപ്പുറത്ത് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ നമ്മളെ ഒരാളെ ഇരുത്തി. എനിക്കാണെങ്കിൽ അതിനകത്ത് ഇരുന്നിട്ട് തലയും കറങ്ങുന്നു. ഞാൻ വാള് വെക്കാനുള്ള രീതി തന്നെ എനിക്ക് വിചാരിച്ചിരുന്നു. കാരണം വെച്ചാൽ ബാക്കിൽ ഫുള്ള് ലിക്കറും മറ്റേ വേപ്പിന്റെ പൈപ്പും ഊതി വിടുന്ന ടീംസ്, അതും ബസ്സിൽ. അയ്യോ ഉണ്ടായിരുന്നല്ലേ, അതെ കിട്ടിയായിരുന്നു അവര്. അങ്ങനെ അവൻ വാള് വെച്ചില്ല. ഞാൻ അങ്ങോട്ട് കേറിയിരുന്നു, ഫുള്ള് കുറെ നേരം കറങ്ങി. എന്റെ പൊന്ന്, വാള് എപ്പോ തുടങ്ങിയെന്ന് വെച്ചാല് അവിടെ നിന്ന് കുറച്ചു നേരം വാള് വെച്ച് അതിനുശേഷം നമ്മള് കറങ്ങി എത്തിയെന്ന് വെച്ചാല് അവിടെ നിന്ന് ഏകദേശം 7:30 ആയപ്പം നമ്മളെ കൊണ്ടിറക്കിയത് കസോളിലാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് വേറെ ബസ് അറേഞ്ച് ചെയ്ത് തരുമെന്ന്. കസോളിൽ കൊണ്ടിറക്കിയിട്ട് നമ്മളെ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പ്രൈവറ്റ് വണ്ടി അവിടെ നിന്ന് ഇപ്പൊ നേരെ വരും, അതിനകത്ത് കയറുക, മണാലിക്ക് പോകുക. എന്താ ചെയ്യുക? നിങ്ങളിപ്പോ ഒരു ഫാമിലി ആണെങ്കിലും ഒരു കപ്പിൾസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലം അതെന്ന് പറഞ്ഞാൽ കസോൾ എന്ന് പറഞ്ഞാൽ മണാലിന് ശേഷം 90 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളവിടേക്കാണെങ്കിൽ 90 കിലോമീറ്റർ പോകാനായിട്ട് ഒരു 3 മണിക്കൂർ മാക്സിമം അത്ര എടുക്കത്തുള്ളൂ. ഇത് പ്രൈവറ്റ് വണ്ടി കയറി എൻ്റെ പൊന്നെ, ഒരു കസോളിന്റെ ഫുള്ള് രാജ്യം ചുറ്റി, മണാലിയിലെ ബോർഡർ ചുറ്റി, ഫുള്ള് അവിടുത്തെ ഫുള്ള് ചുറ്റി 5 മണിക്കൂർ 5.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മണാലി എത്തി. ഏകദേശം 12:30, 7:30 കയറിയതാ, 12:30 ടൈം. ഞാൻ ഏകദേശം ഒരു 50 തവണയെങ്കിലും വാള് വെച്ച് കാണും. എന്റെ പൊന്നെ, ബസ് എന്ന് പറഞ്ഞാൽ ബോഡി ഇരുന്ന് ഈ കുലുക്കോ അടി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു ബസ്. അവൻ കണ്ട കുഞ്ഞു റോഡ് മൊത്തവും കൊണ്ട് കയറി. അങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ റോഡും കണ്ടു, കുഴു കണ്ടു, പിന്നെ വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടു. എല്ലാത്തിന്റെ വില്ലേജുകളിലൂടെ റോഡ് അല്ല ബസ് പോയിരുന്നത്. അപ്പൊ ആ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റിയ പുറത്തൊക്കെ കണ്ടു. ഞാൻ നോക്കുമ്പോ എല്ലാ കവറും പിടിച്ച് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് അനുഭവിച്ചു കഴിഞ്ഞാല് ഇതിന്റെ പൊന്നെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്ലീപ്പറൊക്കെ ആണെങ്കിൽ ഒരു വട്ടമൊക്കെ വാളിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഓക്കെ ആവും. ഇത് നമ്മളെ തല ഇങ്ങനെ ഇരുന്ന് ചുറ്റും, അങ്ങനെയുള്ള സംഭവമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മള് എന്താ പറയാ, അവിടെ നിന്ന് മണാലി ഇറങ്ങിയിട്ട് അതിലും വലിയ കോമഡി, റൂം ചോദിക്കുമ്പം നമ്മളൊരു ഒക്ടോബർ മാസത്തിലായിരുന്നു തീരുമാനിച്ചു വെച്ചിരുന്നത്. അത് കറങ്ങി തിരിഞ്ഞ് ഡിസംബറിലായതാ. ഡിസംബറിൽ നമ്മളെ റൂമിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ നല്ല തണുക്കുന്നുണ്ടല്ലേ അല്ലേ? ഇപ്പൊ നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രി 0, -1, -2 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മണാലിയിൽ എത്തിയിട്ട് നമ്മൾ ഒരു മറ്റേ യൂട്യൂബറൊക്കെ ഇട്ടിരുന്ന അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഇട്ടിരുന്ന ഒരു സ്ഥലം തിരക്കി ഒരു 2 കിലോമീറ്റർ റോട്ടിൽ കൂടെ നടന്നു. അപ്പോൾ 2 കിലോമീറ്റർ റോട്ടിൽ കൂടെ നടന്ന റോഡാണ് ഞാൻ നേരത്തെ കാണിച്ചത്. താഴെ ഹില്ല് ക്ലൈംബ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ആ ഹില്ല് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. അത് ഏകദേശം ഒരു 800 മീറ്റർ അല്ലേ, 800. ഈ റൂം ഏകദേശം 1.25 കിലോമീറ്റർ വരെയൊക്കെ ഉണ്ട്. അത്രയും ദൂരം നടന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ മുമ്പേ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ച സ്ഥലത്ത് ചെന്നിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഏകദേശം അവിടെ റൂം ഫില്ലായി. പിന്നെ അവിടുത്തെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള റൂം മൊത്തം 1500 രൂപ, 1200 രൂപ. നമ്മളെ കിളി പോയി, പണി പാളിയെന്ന് വിചാരിച്ചു. എന്നിട്ട് നേരെ മുന്നോട്ട് നടന്ന് നമ്മൾ കുറച്ച് ദൂരം വന്നപ്പം ഒരു റെന്റ് ഷോപ്പും കണ്ട്, ഒരു റെന്റ് വീടും കണ്ട്. അങ്ങനെ ആ റെന്റ് ഷോപ്പിന്റെ അയാളടുത്ത് ചോദിച്ചു, ഇത് നിങ്ങളുടെ വീടാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞിട്ട് അവരെ അമ്മേനെ കാണിച്ചു തന്നു. അപ്പം പുള്ളിക്കാരി എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ കണ്ടപ്പോൾ തന്നെ അപ്പം ഒരു സന്തോഷമായി. അവരെ സംസാരം കാര്യങ്ങൾ കേട്ടപ്പോൾ സന്തോഷമായി. അവര് പറഞ്ഞു ഇത് നമ്മുടെ വീട് തന്നെ സംഭവം പറഞ്ഞു. എത്ര രൂപയാണെന്ന് വെച്ചപ്പോൾ അവരാദ്യം പറഞ്ഞു 1000 പറഞ്ഞു. നമ്മൾ പറഞ്ഞ് 700 രൂപയാണെങ്കിൽ 2 ദിവസത്തേക്ക് എടുക്കാന്ന് പറഞ്ഞു. അപ്പം അവര് ഓക്കെ ടീക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു റൂം കൊണ്ട് കാണിച്ചു. ആ റൂം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഒറ്റ ജനലല്ല, 4 സൈഡും ജനല. പക്ഷെ ഒരു ജനൽ പൊട്ടിയിരിക്കുന്നു. അത് കണക്കിന് ഈ ജനലിൽ നിന്ന് തന്നെ തണുപ്പ് നമുക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഐസായേനെ. അങ്ങനത്തെ ഒരു
അങ്ങനത്തെ ഒരു റൂമായിരുന്നു ആദ്യമേ ആ സൈഡിൽ തന്നത്. പിന്നെ നമ്മൾ ഈ റൂം കണ്ട് ഈ റൂമിന്റെ വ്യൂ ഇഷ്ടമായി. അങ്ങനെ ഈ റൂമിന് മണ്ടേ ബാൽക്കണി കൊണ്ടിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഈ റൂമിന്റെ വ്യൂ ഇഷ്ടമായി. അങ്ങനെ ഇവിടെ നമ്മൾ 1400 രൂപയ്ക്ക് നമ്മള് എന്താ പറയാ റൂം എടുത്ത് അങ്ങനെ ഇപ്പം റൂം എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എല്ലാരും ദയവ് ഇത് പറയുകയാണ്, ഒരു കാരണവശാലും മറ്റേ വണ്ടി, പ്രൈവറ്റ് ക്യാബിൻ, പ്രൈവറ്റ് വോൾവോ ഒന്നും പോയി ബുക്ക് ചെയ്ത് നമ്മളെ കണക്ക് പെടും, ഉറപ്പാണ്. എന്തായാലും പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങൾ. അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഇടാം. കൊച്ചു വീഡിയോ ആയിരിക്കും, അതിന് ശേഷമായിരിക്കും ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് നമ്മുടെ കിളികൾ പറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഈ മലയുടെ അടുത്തൂടെ. അങ്ങനെയാണ് സംഭവം. ഇവിടെ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു താഴെ തന്നെ. ഇവിടെ താഴെ ഒരു വലിയ നദി ഒഴുകുന്നുണ്ട്, അത് ഇപ്പോൾ വറ്റി കിടക്കുകയാണ്. പക്ഷെ നടുക്കൂടെ കുറച്ച് വെള്ളമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള വീഡിയോ. അപ്പൊ ഗൈസ് അതായിരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് കന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോ നമ്മള് കുളിച്ചിട്ട് സെറ്റ് ആയിട്ട് വന്ന് നിൽക്കുക. മേളിലെ 2 മലയാളീസ്, കൊല്ലായത്തിലുള്ള 2 മലയാളീസിനെ കിട്ടി. അതായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിരുന്ന 2 പേര്. അപ്പൊ അവരുടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളെവിടെയൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം 2 പേരെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. കൈ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്, തണുപ്പ് കാരണമാണ്. ശ്വാസം ഇത്ര മണ്ടയിലാണ്ട് ചെറിയ വിഷയമുണ്ട്. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ